നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം ത്രില്ലറിലാണ് വിജയിച്ചിരിക്കുന്നത്. ത്രില്ലർ പോരാട്ടം വിജയിച്ച് കോപ്പ ഡെൽറയിൽ മുത്തമിട്ടിരിക്കുകയാണ് FC ബാഴ്സലോണ. കളി കഴിഞ്ഞിട്ട് ഹൻസി ഫ്ലിക്കിനോട് എന്താണ് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞത്? ഈ ചോദ്യം ഫ്ലിക്കിനോടാണ്. കളി കഴിഞ്ഞിട്ട് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, വാട്ട് ഡിഡ് ആഞ്ചലോട്ടി സേ ടു യു ആഫ്റ്റർ ദി എൻഡ് ഓഫ് ദി മാച്ച്? അദ്ദേഹത്തിൻ്റെ മറുപടി, കൺഗ്രാജുലേഷൻസ് ആൻഡ് ഗുഡ് ലക്ക്. ഇതാണ് എന്നോട് പറഞ്ഞത്. അദ്ദേഹം എന്നെ അഭിനന്ദിക്കുകയാണ് ചെയ്തത്, ഗുഡ് ലക്ക് പറയുകയും ചെയ്തു. എല്ലാ ഭാവുകങ്ങളും ഭാവിയിലേക്ക് നേരുകയും ചെയ്തു. രണ്ട് കോച്ചുമാർ തമ്മിലുള്ള മ്യൂച്വൽ റെസ്പെക്റ്റ് നമുക്ക് കാണാമായിരുന്നു. അതാണ് ഇവിടെ കൃത്യമായിട്ട് ഫ്ലിക്ക് പറയുകയും ചെയ്യുന്നത്. അതാണ് ആഞ്ചലോട്ടി ചെയ്തിരിക്കുന്നതും. മാത്രമല്ല, റയൽ മാഡ്രിഡ് അവരുടെ ഒഫീഷ്യൽ അക്കൗണ്ടുകളിലൂടെ ബാഴ്സലോണയെ അഭിനന്ദിച്ചിരിക്കുന്നു. അത് അപൂർവമായിട്ടുള്ള ഒരു കാഴ്ചയാണല്ലോ. റയൽ മാഡ്രിഡ് അഭിനന്ദിക്കുന്നു. റയലിൻ്റെ ഒഫീഷ്യൽ അക്കൗണ്ടുകളിൽ നിങ്ങൾക്ക് കാണാം, കൺഗ്രാജുലേഷൻ ടു FC ബാഴ്സലോണ ഫോർ ദി 2025 കോപ്പ ഡെൽ റേ. 2025 കോപ്പ ഡെൽ റേ വിജയിച്ചതിൽ FC ബാഴ്സലോണക്ക് അഭിനന്ദനങ്ങൾ നേർന്നിരിക്കുകയാണ് ഇപ്പോൾ റയൽ മാഡ്രിഡ്. അതേസമയം ടീമിൻ്റെ തോൽവിയിൽ ആരെയും കുറ്റപ്പെടുത്താനില്ല. മികച്ച പ്രകടനം തന്നെയാണ് ടീം നടത്തിയതെന്ന് കളിക്ക് ശേഷം കാർലോ ആഞ്ചലോട്ടി പറഞ്ഞു. ദർ ഈസ് നത്തിങ് ടു റിപ്രോച്ച് ആസ് ഫോർ ബിക്കോസ് വി ഗേവ് ഇറ്റ് അവർ ഓൾ. എല്ലാം സമർപ്പിച്ചാണ് നമ്മൾ കളിച്ചത് എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, രണ്ടാം പകുതിയിൽ മികച്ച പ്രകടനമാണ് ടീം നടത്തിയത്. നമ്മൾ വിജയത്തിന് തൊട്ടരികിലായിരുന്നു. പക്ഷെ നമ്മൾ ഇനി അങ്ങോട്ട് സീസണിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് നമ്മൾ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ആരെയും ബ്ലെയിം ചെയ്യാനില്ല. ശരിയാണ്, എനിക്ക് വേദനിച്ചു, നമുക്ക് കിരീടം ചൂടാൻ പറ്റിയില്ല, അതിലെനിക്ക് വേദനയുണ്ട്. പക്ഷേ നമുക്കൊന്നും ആരെയും കുറ്റപ്പെടുത്താനില്ല. കാരണം നമ്മുടെ താരങ്ങളെല്ലാം സമർപ്പിച്ച് തന്നെയാണ് കളിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഭാവി എന്താണ്? അദ്ദേഹം ബ്രസീലിലേക്ക് പോവുകയാണ്, ഇങ്ങനെയൊക്കെയുള്ള ചർച്ചകൾ വരികയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, തീർച്ചയായിട്ടും ചിലപ്പോൾ ഞാനിവിടെ തുടരാം, അല്ലെങ്കിൽ ഞാനിവിടെ വിട്ടു പോകാം, എന്തും സംഭവിക്കാം. പക്ഷെ ആ ക്വസ്റ്റ്യൻ ഇന്നത്തേക്കുള്ളതല്ല, വരുന്ന ആഴ്ചകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പോവുകയാണ്. അപ്പോൾ അദ്ദേഹത്തോട് വീണ്ടും ചോദിക്കുന്നുണ്ട്, ഫൈനലിലെ റഫറിയെ കുറിച്ച് എന്ത് പറയുന്നു? റഫറിയെ കുറിച്ച് സംസാരിക്കാനില്ല എന്ന് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ്